വിദേശ പഠനത്തിനായി കടമെടുക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് രൂപയുടെ മൂല്യത്തെക്കുറിച്ചും വിദേശ പഠനാനന്തര വർക്ക് വിസ നിയമങ്ങളിലെ കടുപ്പവും വലിയ തിരിച്ചടിയാണ്. ഓഗസ്റ്റിൽ 73.5 രൂപയായിരുന്ന ഡോളറിന്റെ മൂല്യം ഇപ്പോൾ 87.2 രൂപയായി. 6 മാസത്തിനുള്ളിൽ ഏകദേശം 5% ഇടിവാണ് രൂപയ്ക്കുണ്ടായിരിക്കുന്നത്. 1 കോടി രൂപയുടെ വിദ്യാഭ്യാസ ചെലവ് കണക്കാക്കിയാൽ ഇത് 5 ലക്ഷം രൂപയുടെ അധിക ബാധ്യതയാണ് വിദ്യാർത്ഥികൾക്ക് സൃഷ്ടിക്കുന്നത്. UK, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ പഠനാനന്തര വർക്ക് വിസ നിയമങ്ങൾ കർശനമാക്കുന്നതും വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. രൂപയുടെ മൂല്യത്തകർച്ച NRIകൾക്ക് ഗുണകരമാണെങ്കിലും വിദേശത്ത് പഠിക്കുന്ന ഇന്ത്യക്കാർക്ക് ദോഷകരമാണ്. വർദ്ധിച്ചു വരുന്ന ഡോളർ വിനിമയ നിരക്ക് വിദ്യാഭ്യാസ ചെലവ് വർദ്ധിപ്പിക്കുന്നു. ഇത് വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാക്കുന്നത്. മുൻപ് വിദ്യാർത്ഥികൾ പഠനാനന്തര വർക്ക് വിസ ഉപയോഗിച്ച് മികച്ച രീതിയിൽ ഡോളർ സമ്പാദിക്കുകയും അവരുടെ വിദ്യാഭ്യാസ വായ്പകളുടെ ഒരു വലിയ ഭാഗം തിരിച്ചടയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയ വിസ നിയമങ്ങൾ കാരണം ഇത് ബുദ്ധിമുട്ടായിരിക്കുകയാണ്. UK ഇന്റർനാഷണൽ ബിരുദധാരികൾക്ക് 2 വർഷത്തിൽ കൂടുതൽ താമസിക്കണമെങ്കിൽ 36,000 മുതൽ 40,000 പൗണ്ട് ശമ്പളമുള്ള ബിരുദാനന്തര ജോലികൾ നേടണമെന്ന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കാനഡയും ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കുള്ള കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കുകയാണ്. സ്റ്റുഡന്റ് ഡയറക്ട് സ്ട്രീം വിസ പ്രോഗ്രാം അവസാനിപ്പിക്കുകയും പെർമിറ്റുകൾ റദ്ദാക്കാൻ ഉദ്യോഗസ്ഥരെ അനുവദിക്കുകയും ചെയ്യുന്നു. മുൻപ് വിദ്യാർത്ഥികൾ പഠനാനന്തര വർക്ക് വിസ ഉപയോഗിച്ച് ഡോളറിൽ സമ്പാദിക്കുകയും അവരുടെ വായ്പയുടെ ഒരു വലിയ ഭാഗം തിരിച്ചടയ്ക്കുകയും ചെയ്തിരുന്നു. US ബിരുദ പ്രോഗ്രാമുകളിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വലിയ തിരിച്ചടി സംഭവിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം അവരുടെ മൊത്തം വിദ്യാഭ്യാസ ചെലവ് 1.5 കോടി രൂപയിൽ കൂടുതലാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഏറ്റക്കുറച്ചിലുകൾ ഒരു സാധാരണ പരിപാടിയാണെങ്കിലും ഈ വർഷം ഡോളറിൽ വലിയ ഉയർച്ചയുണ്ടാവുകയും ചെയ്തു. രൂപയുടെ മൂല്യത്തകർച്ചയിൽ നിന്ന് രക്ഷ നേടാൻ വായ്പാ തുക യൂണിവേഴ്സിറ്റി അക്കൗണ്ടിലേക്ക് കൈമാറാം. വിദ്യാർത്ഥികൾക്ക് വിദേശ കറൻസി വായ്പകൾ ഒഴിവാക്കുകയും വേണം. സാമ്പത്തിക സഹായവും സ്കോളർഷിപ്പുകളും വാഗ്ദാനം ചെയ്യുന്ന സർവകലാശാലകളിലേക്ക് അപേക്ഷിക്കുകയും അതുവഴി സാമ്പത്തിക ബാധ്യത കുറയ്ക്കാനുള്ള വഴി കണ്ടെത്താനും വിദ്യാർത്ഥികൾ തയ്യാറാകണം. US, UK, കാനഡ എന്നിവിടങ്ങളിൽ ആ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ തൊഴിൽ നൽകുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് വർക്ക് വിസകളിൽ നിയന്ത്രണം കൊണ്ടുവന്നത്. US ഉപരിപഠനം നടത്താൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ ജെൻ AI, സൈബർ സെക്യൂരിറ്റി, ഡിസ്ട്രിബ്യൂട്ട് ഫിനാൻസ്, ബ്ലോക്ക് ചെയിൻ, ഡിജിറ്റൽ കറൻസികൾ തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കേരളത്തിൽ നിന്ന് വിദ്യാഭ്യാസ കുടിയേറ്റത്തിലുണ്ടായ വർധനവ് അത്ര നിസ്സാരമായി തള്ളിക്കളയാൻ സാധിക്കില്ല. ഉപരിപഠനാർത്ഥം കേരളം വിടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇരട്ടിയോളം വർധനവുണ്ടായതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 2018 1,29,763 പേരാണ് ഉപരിപഠനാർത്ഥം വിദേശത്തേക്ക് വിദ്യാർത്ഥികൾ പോയതെങ്കിൽ 2023 2,50,000 ഇത് വർദ്ധിച്ചു. 17 വയസ്സ് മുതൽ തുടങ്ങുന്നു വിദ്യാർത്ഥി കുടിയേറ്റമെന്നും പ്രവാസി മലയാളികൾ 11.3% വിദ്യാർത്ഥികളാണെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു.